നീ നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോയല്ലോ. അങ്ങനെ കിടക്കാനൊക്കെ പറയണ്ട. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ലൈഫ് വിത്ത് പോമിയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളുടെ കോട്ടയം ട്രിപ്പിൻ്റെ പാർട്ട് 3 ആണ്. നമ്മൾ വന്നിരിക്കുന്ന സ്പോട്ട് മീൻമുട്ടി വാട്ടർഫോൾസ്. ഇതും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. പക്ഷേ മീൻമുട്ടി വാട്ടർഫോൾസ് കുറേ ലൊക്കേഷനുണ്ട്. ഇത് നമുക്ക് മല്ലപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള മീൻമുട്ടി വാട്ടർഫോൾസ് ആണ്. ഇത് വലിയ ടൂറിസ്റ്റ് അട്രാക്ഷനും കാര്യങ്ങളും ഒന്നുമല്ല, ഒരു ഹിഡൻ സ്പോട്ടാണ്. വന്നു കഴിഞ്ഞാൽ പക്ഷേ അടിപൊളിയാണ് സംഭവം. നമ്മൾ ആദ്യം ഒന്ന് വട്ടം കറങ്ങിയെങ്കിലും നമുക്ക് ചെന്നെത്തിയെന്നൊരു അടിപൊളി സ്ഥലത്താണ് പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു സ്പോട്ടാണിതെന്ന് പറയുന്നത്. കാരണം നമുക്ക് കുറച്ചൊരു അഡ്വഞ്ചർ, എന്താ പറയുക, ഒരു ഹൈക്കിംഗ് പോലത്തെ ഒരു ഫീലൊക്കെ എൻ്റെ അനിയന് കിട്ടിയെന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ ഈ കാണുന്ന കല്ലും മുള്ളും എല്ലാം ചവിട്ടി ഞങ്ങൾ മുകളിൽ വരെ പോയിട്ട് ഞങ്ങൾക്ക് ഒരു നിരാശ കാമുകികളെ പോലെ നമ്മൾ അവിടെ ചെന്നപ്പോൾ വലിയ സംഭവമൊന്നും അല്ലല്ലോ, വെറുതെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ തിരിച്ച് നമുക്ക് വണ്ടിയിൽ കയറി പോകാം എന്നുള്ളൊരു സ്ഥിതിയിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് ഒരു, എന്താ പറയുക, ഒരു സ്പോട്ട് അകത്തോട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് കയറി കാണാൻ വേണ്ടി പോയതാണ്. പക്ഷേ അതായിരുന്നു സംഭവം. നമ്മൾ ശരിക്കും കാണാൻ പോയത് അതാണെങ്കിലും നമ്മൾ മാറിയാണ് മുകളിൽ വരെ വെറുതെ പോയി. എന്നാലും അതൊരു അനുഭവമാണ്, അതൊന്ന് അടിപൊളിയാണ്. അങ്ങനെ കയറി നോക്കണം, അതൊരു നല്ല സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ എന്തുവാണ് ഈ പറഞ്ഞു വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇനിയും പോകാൻ പറ്റുമല്ലോ മുകളിലോട്ട്. അങ്ങ് വരെ പോകുന്നു, സ്ഥലമുണ്ടല്ലോ. അമ്മേ പിന്നെ വെള്ളത്തിൽ നിന്ന് അങ്ങ് പോവും. പിന്നെ എവിടെ വെള്ളത്തിൽ അങ്ങോട്ട് നിൽക്കാമല്ലോ. വെള്ളത്തിൽ നിൽക്കാതിരുന്നാൽ പോകും തെന്നും ചിലപ്പോൾ. അല്ല, ചെറിയ go again. എന്താ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്?
അവിടുത്തെ വീഡിയോ എടുത്തില്ല. അവരെന്ത് ആയിരിക്കും. തെറിച്ച് പോവാം. ഇവിടെ അല്ലേ താമസിക്കുന്നത്? അമ്മ നേരെ പിടിച്ചൊരു വീട്. അതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. പിന്നെ വണ്ടി കയറില്ല. അവിടെ തന്നെ കേട്ടോ. ഇങ്ങോട്ട് നോക്കടി. ഒട്ടു ഇടാ ഒട്ടു. അത് പറഞ്ഞിട്ട് പണിയായിരുന്നു വാങ്ങിക്കാൻ വേണ്ടി കൈ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. രണ്ടുപേരും വിട്ടു വിട്ടു. പണിയായിരുന്നു വാങ്ങിക്കാൻ വേണ്ടി. കാല് നോക്കണം അറിയാമോ? പണി വാങ്ങിക്കാൻ വേണ്ടി കൈ പിടിച്ചിട്ടു. മതി 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 വെള്ളം ഒഴിച്ച്. എന്നാലും തന്നെ പതുക്കെ പതുക്കെ കയറി. അതാ പറഞ്ഞേ പണിയായിരുന്നു വാങ്ങിക്കാൻ വേണ്ടി. അവനെ
വാ 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 കേറ് വാ ആ പാടി അടി മഴ വരുന്നത് വാ വെള്ളം തുണി മൊത്തം നനച്ചില്ലേ നിർത്തിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മ പറഞ്ഞ ആ സ്ഥലം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്ത് ഉറപ്പായിട്ടും പോയി കാണണം കേട്ടോ. സ്പോട്ട് മറക്കണ്ട. മല്ലാപ്പള്ളിയിൽ വന്നിട്ട് മീൻമുട്ടി വാട്ടർഫോൾസ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ സംഭവം കിട്ടും. പിന്നെ വരുന്ന വഴി എന്ന് പറയുന്നത് കുറച്ച് ഊടുവഴിയൊക്കെയാണ്. നമ്മളൊരു ബന്ധുവീട്ടിൽ പോകുന്നൊരു ഫീലാണ് കേട്ടോ. അല്ല മെയിൻ റോഡിൽ കൂടെ ഉള്ള വരവും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇവിടെ വലിയ പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല, നല്ലൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ബന്ധുവീട്ടിൽ പോകുന്ന പോലെ നമുക്ക് പല ഇടവഴികളും താണ്ടി നമ്മൾ എത്തുന്നതായിരിക്കും. അന്തസ് വേണോടാ, അന്തസ്. ഇതവിടെ പൊടിക്ക് കയറിയിരിക്കാൻ പോണോ? അമ്മ ഓടിക്കുന്നില്ല. അമ്മ ഓൺ ബോർഡ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കോട്ടയം ട്രിപ്പ് 1 ഡേ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ആലപ്പുഴയ്ക്ക് വിട്ടു. നമ്മുടെ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ 3 സ്പോട്ട്, അതായത് മലരിക്കൽ, അമ്പൽ വസന്തം, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അരുവിക്കുഴി പോയി വാട്ടർഫോൾസാണ്, അത് സെയിമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പോയ സ്പോട്ടാണ് ഈ പറയുന്ന മീൻമുട്ടി വാട്ടർഫോൾസ്. അപ്പം 3 വീഡിയോസ് നിങ്ങൾ കയറി കാണണം. അടിപൊളി സ്ഥലങ്ങളാണ്. ഉറപ്പായിട്ടും പോയി കാണുകയും ചെയ്യണം. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്.